യെസ് പോൾസൺ ഹോൾഡിംഗ്. സർ, ഒരു ഫാക്സ് മെസ്സേജ്. ഓക്കെ, ഇതാ വരുന്നു. Jones, are you clear? In just 1 minute. Sir, it's clear. Richard, pass you. Oh, thank you. Yep. It's okay. HR 2253 and now. $13 million for this simple operation. Phosgene gas. And the man behind is Luther! Okay, now let's talk business. The deal is over. Project Phosgene is a great success. And now, favor for favor. What else? My money. कल 25 करोड़ पहुंच जाएगा, बाकी दूसरे ऑपरेशन के बाद में। खुदा हाफिज। റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരുന്ന ഈ അണ്ടർഗ്രൗണ്ട് പൈപ്പ് ലൈനിൽ എന്തെങ്കിലും സംഭവിച്ചാൽ നാഫ്ത പൈപ്പ് ലൈനിൽ യാതൊരുവിധ പ്രോബ്ലം ഉണ്ടാവാറില്ല. ഇൻ കേസ് ഓഫ് എ ലീക്ക് അവർ സെൻസേഴ്സ് വിൽ ഡിറ്റക്ട് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. എനിക്ക് ഈ പൈപ്പ് ലൈനുകളുടെ അകം ഒന്ന് പരിശോധിക്കണം. താന്റെ തലക്കകത്ത് പിണ്ടമാണോ? 1.5 അടി വീതിയുള്ള പൈപ്പിനകത്ത് ആണോടോ ആളിറങ്ങുന്നത്? See, 1.8 kilometers ദൂരത്ത് വെച്ച് പൈപ്പ് ആരോ തുളച്ചിരിക്കുന്നു.
യെസ്, ലുക്ക് നാസർ, ഇവിടെ തുളച്ചിരിക്കുന്നു. എന്ത് ഹൈടെക് മെഷീനറിയാ യൂസ് ചെയ്തിരിക്കുന്നത്? I am asking you, ഏത് ശക്തിയാണ് ഇതിന് പിന്നിൽ? Who is behind this? ശത്രു രാജ്യത്തിന്റെ ചാരസംഘടനയ്ക്ക് വേണ്ടി എന്റെ രാജ്യത്തെ ഒറ്റക്കൊടുത്ത നിനക്ക് ജീവിക്കണോ? താൻ ഏത് മറ്റേടത്തെ പോലീസുകാരനാണോ? സാർ, ഞാനൊന്ന് പറയട്ടെ സാർ. താനൊരു കോപം പറയണ്ട. തന്റെ ഈ മുതുവട്ടിന് ഇതിനകത്തൊരു 110 കവി ഇലക്ട്രിക് ഷോക്ക വേണ്ടേ? എടോ, അയാളെ കഴിവെറ്റിച്ച് താൻ എന്തോന്ന് അന്വേഷണം എന്ന് പറഞ്ഞാൽ ഞാൻ നടക്കുന്നത്? പിന്നെ അവനെ കൊല്ലുകയല്ല, 4 നേരം എടുത്തു വെച്ച് സേവിക്കണമായിരുന്നു സാർ. തന്റെ ആ ചക്കുമുട്ടി തള്ളയുടെ കിറുക്കുവർത്താൻ എന്നോട് പറയണം. വീട്ടിൽ ഇരിക്കുന്ന വല്യമ്മച്ചിക്ക് പറഞ്ഞ പന്നി ചവിട്ടി നിന്റെ ചങ്ങിന്റെ പിസ്റ്റം ഞാൻ അടക്കും. നിന്റെ പിണ്ടി പിടുക്ക് വർഗീസിനോട് കാണിക്കരുത്. എന്താ ഇത്? പണ്ട് വയനാട്ടിൽ കൂര വെക്കാൻ പോയതിന്റെ സോവനീർ അല്ലേ? ഇപ്പുറത്തൂടെ സോറി വർഗീസ്. നോ മിസ്റ്റർ വർഗീസ്. മിസ്റ്റർ വർഗീസ്. താങ്ക് യു സർ. മായങ്കോണം താപനിലയത്തിൽ സംഭവിച്ച ദുരന്തത്തിന്റെ പിന്നാമ്പറത്ത് പ്രവർത്തിച്ച ശക്തി പാകിസ്ഥാനാണ് സർ. കാർഗിലേറ്റ പരാജയത്തിന്റെ പ്രതികാരം അതിനവർ ഉപയോഗിച്ചത് ഇന്റർനാഷണൽ ക്രിമിനൽ ലൂഥർ. Bastard has come and killed 786 people. I killed this man. Yes, I killed him. ഞാൻ കുറ്റവാളിയാണെങ്കിൽ punish me. I am ready to tender my resignation. Yes. കീപ് കൂൾ വർഗീസ്. എന്റെ ബലമായ സംശയം എയർപോർട്ടിലെ സെക്യൂരിറ്റി ഇയാളുമായി some kind of illicit relationship is there. അതൊന്നുമല്ല സർ. അയാളുടെ സ്വൈര യാത്രയ്ക്ക് വേണ്ടി ഒരു പുതിയ മാർഗം സ്വീകരിച്ചിട്ടുണ്ട്. മൂക്ക് വളച്ചിയും പല്ല് വളർത്തിയും അല്ലാത്ത എ ന്യൂ മെത്തേഡ്. വർഗീസ്, is it really possible? അയാൾക്ക് അതൊക്കെ പോസിബിൾ ആണ് സർ. ഹീസ് an exceptional genius. കേരളത്തിന്റെ അഭിമാനമായി പണിതുകൊണ്ടിരിക്കുന്ന ബ്ലാക്ക് മാജിക് ദ അമേസിംഗ് പാർക്ക്. താപനിലയത്തിനടുത്ത് കിടക്കുന്ന ഈ പ്രോപ്പർട്ടി അവർ പൊന്നു വില കൊടുത്ത് വാങ്ങി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നാഫ്ത ഒഴുകുന്ന പൈപ്പ് ലൈനിനടുത്തേക്ക് ഒരു തുരങ്കം ഉണ്ടാക്കാൻ. Yes. ഇത്രയും ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള നാഫ്ത ഒഴുകുന്ന പൈപ്പിനെ തുളയ്ക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന മൾട്ടി പർപ്പസ് മെഷീനറി കണ്ടില്ലേ സാർ? ഒരേ സമയം തുളയ്ക്കുകയും നമ്മൾ പിടിച്ചെടുത്ത പൗഡറും ക്ലോറിനും അതിൽ കൂടെ കടത്തിവിടുകയും ചെയ്തിരിക്കുന്നു. ആൻഡ് ദ മോസ്റ്റ് ഷോക്കിംഗ് ന്യൂസ് ഈസ് ഈ രാസത്വരകത്തിന്റെ സൃഷ്ടാവും അയാൾ തന്നെയാണ്. എ ക്രിയേറ്റീവ് ജീനിയസ്. Bullshit. Perverted genius. You said it. You said it, sir. See. അയാൾ സ്വന്തം മകൾക്ക് എഴുതിയ കത്ത് കണ്ടില്ലേ സർ? ടു മൈ ഡിയറസ്റ്റ് 500 ടൈംസ്. ഈ വാചകം കണ്ടില്ലേ? യു ആർ മൈ ബ്ലഡ് വിത്ത് ലവ് പപ്പ. സ്വന്തം രക്തം കൊണ്ട് എഴുതിയ പപ്പ. Must be a case of derailed, distorted psychic love. അയാൾ തന്നെ അറിയാത്ത ഒരുതരം ഭ്രാന്തമായ സ്നേഹം. നമുക്കിത് മുതലെടുത്തൂടെ സർ? But how? I don't know, sir. Good morning, ma'am. Morning. Ma'am, good morning. Please be seated. Susan Roy, I want all the particulars of this girl, her father, and his whereabouts. That's none of your business. My dear, who are you? He is Varghese Anthony IPS, Superintendent of Police. Now tell me, ഈ കുട്ടിയുടെ അച്ഛന്റെ പേരെന്താണ്? Sorry. ഞാൻ പറയാം. റോയ് മാമൻ. ഇയാൾ സവോയ് സ്വിമ്മിംഗ് പൂളിന് എത്ര ലക്ഷം രൂപ ഡൊണേഷൻ തന്നു? Donation? സവായ് സ്വിമ്മിംഗ് പൂളിന് ആരുടെയും ഡൊണേഷൻ ആവശ്യമില്ല. Donation for swimming pool from Rose Maman 10 lakhs. Is this not your handwriting? Yes. അപ്പോൾ ഡൊണേഷൻ മുമ്പ് വാങ്ങിയില്ല എന്ന് പറഞ്ഞതോ? എന്റെ സ്കൂളിന്റെ ഒഫീഷ്യൽ മാറ്റേഴ്സ് നിങ്ങൾ എന്തിനാ അറിയണം? യു ഹാവ് നോ റൈറ്റ് ടു പീപ്പ് ഇൻ ടു മൈ പ്രൈവസി. മൈൻഡ് ഇറ്റ്. നിങ്ങൾ പോലീസുകാരുടെ മറ്റടുത്ത മുറയൊക്കെ അങ്ങ് കൈ വെച്ചാ മതി. കഴിവറ ഹലോ റോയ് മാമൻ, നീ പഞ്ചായത്ത് ഒളിപ്പിച്ച് ലക്ഷങ്ങൾ വാങ്ങിച്ചെടുത്തല്ലോ. ആ റാസ്കൽ ആരാണെന്നറിയാം? ഡു യു നോ ഹു ഹീസ്? ഹീസ് ലൂഥർ. മായങ്കോണം വിഷവാതക ദുരന്തത്തിലെ 786 നിരപരാധികളുടെ മരണത്തിന് ഉത്തരവാദി. The most dreaded international criminal and the bosom friend of Susan Roy.
No political godfathers can save you ever. സാർ, ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടായിരുന്നു. കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയിലെ ഉയർന്നൊരു ഉദ്യോഗസ്ഥനാണെന്നാണ് അയാൾ എന്നെ ധരിപ്പിച്ചിരുന്നത്. ടെററിസ്റ്റുകളുടെ ഭീഷണിയുള്ളതുകൊണ്ട് കുട്ടിയുടെ ഡീറ്റെയിൽസ് ഒന്നും സൂക്ഷിക്കേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു പോയി. എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ ബന്ധപ്പെടാൻ ഈ നമ്പർ തന്നിട്ടുണ്ട്. നീ കൊന്നു തള്ളിയ നിരപരാധികളുടെ രോദനം ഒരു കൊടുങ്കാറ്റായി ആഞ്ഞടിക്കും. അവരുടെ മാംസപിണ്ഡങ്ങളാൽ നീ പടുത്തുയർത്തിയ ബാബിലോൺ അതിന്റെ ആരംഭത്തിൽ തകർന്നടിയും. അവരുടെ രക്തത്താൽ ചായം തേച്ച നിന്റെ അന്തഃപുര ഭിത്തികൾ നിനക്കെതിരായി തന്നെ സാക്ഷ്യം പറയും. അത് നിനക്കെതിരായ എന്റെ വിധിവാചകത്തിന്റെ ആണിക്കല്ലുകളായി മാറും. നീ കഴുകനെ പോലെ ഉയർന്നു പറഞ്ഞാലും നക്ഷത്രങ്ങൾക്കിടയിൽ കൂടുകൂട്ടിയാലും ഞാൻ നിന്നെ താഴെയിറക്കും. ഉപാധിയുടെ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യം. Hey, what the hell is this man? Who are you? An unknown friend. Unknown friend? ലോറൻസ് മുതൽ ലൂഥർ വരെ ഞാൻ നിന്നെ അറിയുന്നു. From where you're calling? From a nearby building. We are watching Animal Planet on Discovery Channel. Animals can smell ഡിസ്കവറി natural ചാനലിലെ ആനിമൽ പ്ലാനറ്റ് ആണ് നിങ്ങൾ കാണുന്നത്. earthquakes, volcanic മൃഗങ്ങൾക്ക് eruptions, ഭൂകമ്പം, അഗ്നിപർവ്വത വിസ്ഫോടനം, വെള്ളപ്പൊക്കം തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങളെ കുറിച്ച് മുൻകൂട്ടി അറിയാൻ കഴിവുണ്ട്. പല ഫ്രീക്വൻസികളുള്ള ശബ്ദങ്ങൾ വഴി മൃഗങ്ങളുടെ പെരുമാറ്റത്തിൽ വ്യത്യാസമുണ്ടാക്കി അവയുടെ സ്വഭാവം ക്രൂരവും അക്രമാസക്തവുമാക്കാൻ കഴിയും. ഈ ഹൈ ഫ്രീക്വൻസി ശബ്ദം പൂച്ചകളുടെ സ്വഭാവം എങ്ങനെ മാറ്റുന്നുവെന്ന് കാണാം. Yes. എന്താ റോസ് കരയുന്നേ? റോസ് മോളെ ഒന്ന് പേടിപ്പിച്ചു. മോളെ പപ്പി പേടിപ്പിച്ചോ? ഡാഡിയോട് പറഞ്ഞു കൊടുക്കാം പോപ്പി മോളെ പേടിപ്പിച്ചു. Come on children, go back to your bed.